നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ തൈറോയ്ഡ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ എം വിജയകുമാറാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, കുട്ടികളിൽ തൈറോയ്ഡ് രോഗങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തെല്ലാം തരം തൈറോയ്ഡ് പ്രശ്നങ്ങളാണ് കുട്ടികൾ സാധാരണയായി കണ്ടുവരാറുള്ളത്? നമ്മുടെ കുട്ടികളിൽ തൈറോയ്ഡ് രോഗങ്ങൾ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഈ അടുത്ത കാലത്ത് പ്രധാനമായിട്ടും രണ്ട് തരം തൈറോയ്ഡ് രോഗങ്ങളാണ് കുട്ടികൾ കാണിക്കുന്നത്. ഒന്ന്, ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം, അതാണ് പ്രധാനമായും ഒരു കാരണം. രണ്ട്, കുറച്ചു കഴിഞ്ഞാൽ ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ തൈറോയ്ഡിന്റെ അപര്യാപ്തത ഉണ്ടാക്കും. പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമായിരിക്കും. അതിന് പ്രധാന കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഡെവലപ്മെന്റിന്റെ പ്രശ്നമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തില് ഈ ഏരിയയിലാണ് കാണുന്നത്, കഴുത്തിന് മുമ്പിൽ. അത് ചില കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രസവിച്ചതിന് ശേഷം നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ട തൈറോയ്ഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ മാറപ്പെടുന്നു. അതാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ജന്മനാ ഉള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം. ഏകദേശം 2000-ൽ ഒരു കുട്ടിക്ക് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകും. അത് ബുദ്ധിമാന്ദ്യത്തിന് കാരണമാകും. പക്ഷേ പ്രസവിച്ച ഉടനെ തന്നെ അത് കണ്ടുപിടിച്ചാൽ കുട്ടികൾക്ക് ഒരു നോർമൽ ബുദ്ധിശക്തി തന്നെ ഉണ്ടാകും. ഇത് നമ്മുടെ പറയുന്നത് ഏറ്റവും കൂടുതലായി കാണുന്ന പ്രിവെന്റബിൾ മെന്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം. നമുക്ക് തീർച്ചയായും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമാന്ദ്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ഡോക്ടർ, തൈറോയ്ഡ് സ്ക്രീനിങ് എപ്പോൾ നടത്തണം? കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താനാകുമോ? അതെ. തൈറോയ്ഡ് ഒരിക്കലും ജനിച്ച ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഡോക്ടർക്ക് കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ട് ഹൈപ്പോതൈറോയിഡിസം ജനിച്ച ഉടനെ മനസ്സിലാകില്ല. അതിന് പ്രധാനമായി വേണ്ടത് തൈറോയ്ഡ് ഗ്രന്ഥി സ്ക്രീൻ ചെയ്യാൻ, തൈറോയ്ഡ് സ്ക്രീനിങ് എന്ന് പറയും. TSH എന്നുള്ള ഒരു ഹോർമോൺ, അത് സ്ക്രീൻ ചെയ്യലാണ് നമുക്ക് വേണ്ടത്. എല്ലാ കുട്ടികളും, പ്രസവിച്ച ഉടനെയുള്ള എല്ലാ കുട്ടികളുടെയും തൈറോയ്ഡ് സ്ക്രീനിങ് ചെയ്തു കഴിഞ്ഞാൽ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ജന്മനാ ഉള്ള തൈറോയ്ഡിന്റെ അഭാവം പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഉടനെ തന്നെ ചികിത്സ തുടങ്ങാനും പറ്റും. ഡോക്ടർ, കുട്ടികളിൽ ജനന സമയത്ത് തൈറോയ്ഡ് സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ തടയാൻ സാധിക്കും? ജനന സമയത്ത് തൈറോയ്ഡിൻ്റെത് അത് തടയരുത്. അതിൽ മെന്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം നമുക്ക് തടയാൻ പറ്റും. കാരണം ഗർഭാവസ്ഥയിൽ കുട്ടികൾക്കുള്ള തൈറോയ്ഡ് അഭാവം ഉണ്ടെങ്കിലും അത് പ്രകടമായി കാണില്ല. കാരണം അമ്മയുടെ തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ പ്ലാസന്റയിൽ കൂടി കുട്ടിയിലെത്തുകയും കുട്ടിക്ക് വലിയൊരു കുഴപ്പം ഉണ്ടാവുകയും ചെയ്യില്ല. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞ് പൊക്കിൾക്കടിയിൽ നിന്ന് നമ്മൾ കുട്ടികളെ വേർപെടുത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ തൈറോക്സിൻ ലഭ്യമല്ലെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറയും. അതിന് ജന്മന കണ്ട് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കൽ മാത്രമേ അതിന് ഒരു ഉപാധിയായിട്ടുള്ളൂ. ഡോക്ടർ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങളെ പറ്റി നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായി രണ്ട് തരത്തിൽ. ഞാൻ പറഞ്ഞ ജന്മന ഉണ്ടാകുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം, അതിന് നമ്മൾ ഏത് ഹോസ്പിറ്റൽ ഡെലിവറി കഴിഞ്ഞോ കുട്ടിയുടെ തൈറോയ്ഡ് സ്ക്രീനിങ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പോഴ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, എല്ലാ മെഡിക്കൽ കോളേജിലും, ഡെലിവറിയുള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും തൈറോയ്ഡ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും കുട്ടികൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം വളരെ നേരത്തെ മനസ്സിലാക്കാനും ജനിച്ച് 14 ദിവസത്തിനടക്കം ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ നോർമൽ ബുദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഈവൻ നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും തൈറോയ്ഡ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ആദ്യം ചോദിക്കേണ്ടത് കുട്ടിയുടെ തൈറോയ്ഡ് സ്ക്രീനിങ് നടന്നിട്ടുണ്ടോ, എന്തായിരുന്നു അതിന്റെ റിസൾട്ട് എന്നാണ്. പിന്നെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടിക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം ഉണ്ടെന്ന് മനസ്സിലാകും. അതിലൊന്ന്, കഴുത്തുറയ്ക്കുക, അങ്ങനെയുള്ള ഡെവലപ്മെന്റ് കുറച്ച് ലേറ്റ് ആകുമ്പോൾ അത് ഒരു കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമായിരിക്കും. പിന്നെ മലം തീരെ പോകാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. പിന്നെ വയറ് വീർത്തി വരിക, അമ്പലിക്കൽ ഹെർണിയ, പൊക്കിൾ കൂടി കുറച്ച് വലുതായിരിക്കും, ഹെർണിയ ഉണ്ടാവും. കരച്ചിലൊക്കെ വളരെ വീക്ക് ക്രൈ ആയിരിക്കും. അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കണ്ടാൽ കുട്ടിയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമാണെന്ന് ഒരു സംശയം ഉണ്ടാവുകയും അവർ ഡോക്ടറെ കാണിച്ചാൽ ഒരു തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം വേഗം മനസ്സിലാക്കുകയും ചെയ്യും.
പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കൺജനിറ്റൽ അല്ല, ജന്മന ഉണ്ടാവുന്ന അല്ലാതെയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം കുട്ടികൾക്ക് ഉണ്ടാവാം. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് 4 വയസ്സും 5 വയസ്സൊക്കെ ആവുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം കണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും പഠിപ്പിൽ കുറച്ച് ബാക്കോട്ട് പോകുന്നുണ്ടോ, പിന്നെ ഉറക്കം കുറച്ച് കൂടുതലാവുന്നുണ്ടോ, തടി അല്പം കൂടി വരുന്നുണ്ടോ, ഹൈറ്റ് ഇൻക്രിമെന്റ് കുറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച്, പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥി വലിപ്പം കൂടി വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഡോക്ടറെ, കുട്ടികളുടെ കഴുത്തിൽ കാണുന്ന മുഴകളെല്ലാം തൈറോയ്ഡ് രോഗം മൂലം ഉള്ളതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കഴുത്തിൽ നമ്മൾ സാധാരണ കാണുന്നത് ചില ഗ്ലാൻസ്, നമ്മുടെ ചെറിയ ചെറിയ ഗ്രന്ഥികളൊക്കെ കഴുത്തിലുണ്ട്, തൈറോയ്ഡ് അല്ലാത്ത. പക്ഷെ ഏകദേശം കഴുത്തിന്റെ നടുവിൽ കാണുന്ന മുഴ മിക്കവാറും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയോടുകൂടെ ആയിരിക്കും. ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ എത്രത്തോളം അപകടകരമാണ്? ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നം വളരെ സൈലന്റ് കില്ലർ എന്ന് പറയും. തൈറോയ്ഡ് ഹോർമോൺ ഞാൻ പറഞ്ഞ ഒരു ജനിച്ച ഉടനെ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ബ്രെയിനിന് ഡെവലപ്മെന്റ് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിനിന്റെ വളർച്ച തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാതെ കഴിയില്ല. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ജന്മന ഇല്ലാത്ത കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ വളരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ അവർ പെർമനന്റ് ആയിട്ട് ജീവിക്കേണ്ടി വരും. അതാണ് തൈറോയിഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മലം പോവാതിരിക്കുക, അകാരണമായി തടി കൂടുക, ഹൈറ്റ് കുറയുക, അവരൊക്കെ കുള്ളന്മാരായി പോയി മിക്കവാറും ഹൈറ്റ് കുറയുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം കൊണ്ടുണ്ടാകും. ഡോക്ടർ, ഇപ്പോൾ തൈറോയ്ഡ് എത്ര തരമാണ്? അതിൽ തന്നെ കുട്ടികളിൽ വരാൻ സാധ്യതയുള്ള തൈറോയ്ഡ് ഏതൊക്കെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി 2 തരത്തിൽ നമുക്ക് പറയാം. ജനിച്ച കുട്ടികളിൽ 2 തരം കാരണങ്ങൾ കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയും. ഒന്ന്, ഡെവലപ്മെന്റ് കുറയും. ചില കുട്ടികൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥി തീരെ ഡെവലപ്പ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അത് കഴുത്തിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ കാണില്ല. അതാണ് ജെനിസിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ജീവിതകാലം തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കേണ്ടി വരും. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥി എക്ടോപിക് എന്ന് പറയും. തൈറോയ്ഡ് ഗ്രന്ഥി സാധാരണ ഗർഭാവസ്ഥയിൽ നാവിലാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തുടക്കം. അത് ഗ്രാജുവൽ ആയിട്ട് ഇറങ്ങി വന്നിട്ട് കഴുത്തിൽ നമ്മുടെ സ്ഥാനത്ത് എത്തുകയാണ്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും അതിന്റെ പ്രോസസ് ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നാവിലോ അതിന് തൊട്ട താഴെയായിരിക്കും തൈറോയ്ഡ് ഗ്രന്ഥി. അത് പൂർണ്ണമായ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അതിനെ എക്ടോപിക് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയും. ഈ 2 അവസ്ഥയിലും കുട്ടികൾക്ക് ജീവിതകാലം മരുന്ന് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അമ്മയ്ക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉണ്ട്. അത് ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് അമ്മയുടെ പ്ലാസന്റയിൽ കൂടി കുട്ടിയുടെ ശരീരത്തിലെത്തി തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കാൻ പറ്റും. തൈറോയ്ഡ് ഹോർമോൺ ആന്റിബോഡീസ് അതിനെ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് അത് നോർമൽ അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അതിനെ ട്രാൻസിയന്റ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അങ്ങനെ പിന്നെ തൈറോയ്ഡ് ഹോർമോൺ അവിടെ ഉണ്ടാവും, അതിന്റെ പ്രൊഡക്ഷൻ കുറയും. ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്നതുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കും ജീവിതകാലം ഹോർമോൺ കൊടുക്കേണ്ടി വരും. ഡോക്ടറെ, കുട്ടികളിലെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ പ്രധാനമായും ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുക, പിന്നെ മലം പോകുന്നത് വളരെ കുറച്ച്, ആഴ്ചയ്ക്ക് ഒരിക്കോ ഒക്കെ ആയിരിക്കും മലം പോയിരിക്കുക. പിന്നെ പ്രസവിച്ച ഉടനെയുള്ള മെക്കോണിയം, ആ മഷി എന്ന് പറയുമല്ലോ, അത് പോകുന്നത് വളരെ ലേറ്റ് ആയിരിക്കും. പിന്നെ അംബലിക്കൽ ഹെർണിയ, കുട്ടികളുടെ അംബലിക്കസ് കുറച്ച് വീർത്തിരിക്കും, ഒരു ഹെർണിയ പോലെ ഉണ്ടാവും. കുട്ടികളുടെ കരച്ചിൽ വളരെ വീക്കായിരിക്കും. കുട്ടികളുടെ ഡെവലപ്മെന്റ്, കഴുത്തുറയ്ക്കുക, കമന്ന് കിടക്കുക, അതിനൊക്കെ വളരെ ലേറ്റ് ആയിരിക്കും. സംസാരത്തിന് വളരെ ലേറ്റ് ആയിരിക്കും. ഉയരക്കുറവുണ്ടാവും, കുട്ടികളുടെ ഉയരം വർദ്ധിക്കുന്നത് വളരെ കുറവായിരിക്കും. തടി നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാളും കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഒരു ഹൈപ്പോതൈറോയിഡിസം ബാധിച്ച കുട്ടിയുടെ ലക്ഷണങ്ങൾ. ഡോക്ടർ, തൈറോയ്ഡ് രോഗം നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ഓക്കെ, തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യുക. സാധാരണ T3, T4, TSH. അതിൽ T4 അഥവാ ഇപ്പോൾ ഫ്രീ T4, പിന്നെ TSH, ഇത് രണ്ടുമാണ് ഹൈപ്പോതൈറോയിഡിസം മനസ്സിലാക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. അതിൽ സാധാരണമായി കാണുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം കൂടുതലുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസിൽ TSHന്റെ അളവ് കൂടുതലുമായിരിക്കുകയും ചെയ്യും. T4 അഥവാ ഫ്രീ T4ന്റെ അളവ് കുറയുകയും ചെയ്യും. ഇതാണ് സാധാരണമായി കാണുന്ന ടെസ്റ്റുകൾ. പിന്നെ
നമുക്ക് തൈറോയ്ഡ് സംശയമുണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് തൈറോയിഡിന്റെ ആ ഘടനയും അവിടെ തന്നെ ഉണ്ടോയെന്നും അതിന്റെ ഫംഗ്ഷനും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കുറച്ചും കൂടി നല്ല ടെസ്റ്റ് ആണെങ്കിൽ റേഡിയോ ന്യൂക്ലിയർ സ്കാനിങ്ങും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പേരാവൂരിൽ നിന്ന് അബ്ദുൾ സലാമാണ്. അബ്ദുൾ സലാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സർ. ഹലോ, ഡോക്ടർ വിജയകുമാറാണ്. സാറേ, ഈ 22 വയസ്സുള്ള ഇപ്പൊ കുട്ടികളുടെയാണ് വർത്തമാനം പറഞ്ഞത്. അപ്പൊ 22 വയസ്സുള്ളൊരു എന്റെ മോന് അടിക്കാല് വേദന നടക്കുമ്പോ പിന്നെ ഈ ഇടയ്ക്ക് കഫക്കെട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ ഈ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, നല്ലോണം വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഈ അടിക്കാല് വേദന ഇങ്ങനെ ഉണ്ടാവോ തൈറോയിഡ് ഉണ്ടാവെങ്കിൽ? ഏതിന്റെ അഡിനോയിഡ്സോ? ആ കാലിന്റെ അടി നടക്കുമ്പോ ഇങ്ങനെ വേദന എടുക്കുക. കാലിലെ നീര്. ഓക്കെ. കാലിലെ നീര് ചിലപ്പോൾ തൈറോയിഡിന്റെ ഒരു ഭാഗമായിട്ട് കാലിലെ നീര് സംഭവിക്കാറുണ്ട്. 10-20 വയസ്സുള്ള കുട്ടികൾക്ക് തൈറോയിഡിന്റെ അഭാവം മൂലം പല ലക്ഷണങ്ങളിൽ ഒന്ന് രണ്ട് കാലിലും നീര് വരലായിരിക്കും. കാലിൽ നീര് വരിക, കുട്ടി ഒരു മന്ദത അനുഭവപ്പെടുക, തടി സാധാരണക്കാർ കുറച്ചും കൂടി കൂടി വരിക, കഴുത്തിന് മുന്നിൽ ചെറിയൊരു മുഴ പ്രത്യക്ഷപ്പെടുക, മലം പോകുന്നതിൽ കുറച്ച് വിഷമം വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ വളരെ വില കുറഞ്ഞ ഒരു ട്രീറ്റ്മെന്റിനെ കൊണ്ട് ഈ അസുഖങ്ങൾ മുഴുവൻ ഭേദമാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. നമുക്ക് സാധാരണ ഒരു കുട്ടിക്ക് തൈറോയ്ഡ് അസുഖം ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ സാധാരണ അവർ ചെയ്യുക തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. TFT എന്ന് പറയും, അല്ലെങ്കിൽ T4 TSH. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ ചെയ്യുക. T4 എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ. അത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡിന്റെ അഭാവം മൂലം T4 അല്ലെങ്കിൽ ഫ്രീ T4 അതിന്റെ അളവ് വളരെ കുറഞ്ഞിരിക്കും. അതാണ് തൈറോയിഡിന് ഫംഗ്ഷൻ കുറവാണെന്ന് മനസ്സിലാക്കുന്ന ആദ്യത്തെ ടെസ്റ്റ്. പിന്നെ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടുന്ന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കുട്ടിയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോക്സിൻ പുറത്ത് വരുന്നില്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള TSH അളവ് കൂടിയിരിക്കും. അപ്പോൾ TSH കൂടുകയും T4 കുറയുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആദ്യത്തെ ടെസ്റ്റ്. ആ ടെസ്റ്റ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് പ്രശ്നം, അത് തൈറോയിഡിന്റെ അഭാവം ഉണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യുക, വലിയ കുട്ടികളാണെങ്കിൽ അതിന് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയും. TPO ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ചില ടെസ്റ്റുകൾ ചെയ്താൽ അത് മനസ്സിലാകുന്നത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ആണോ. പിന്നെ ഉണ്ടാകുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ തൈറോയിഡിന്റെ പൊസിഷനും അതിന് ചിലപ്പോൾ നോഡ്യൂൾസ് ഒക്കെ ഉണ്ടാവും. ഈ ക്യാൻസർ പോലുള്ള തൈറോയിഡിന് ക്യാൻസർ കുട്ടികൾക്ക് അപൂർവമാണ്. എങ്കിലും തൈറോയിഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഒരു അൾട്രാസൗണ്ട് സ്കാനും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് സ്കാൻ ആണ് റേഡിയോ ന്യൂക്ലിയർ സ്കാനിങ് ചെയ്താൽ തൈറോയിഡിന്റെ ഫങ്ഷൻസ് മനസ്സിലാവും. ഡോക്ടർ, തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ ചികിത്സ എന്താണ്? നമ്മൾ കുട്ടികളിൽ സാധാരണ നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, പ്രസവിച്ച ഉടനെ കുട്ടികളുടെ അമ്പലിക്കൽ കോഡിൽ നിന്ന് കോഡ് ബ്ലഡ് എടുക്കും. അല്ലെങ്കിൽ പ്രസവിച്ച് 48 മണിക്കൂർ കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നതാണ്, 48 മണിക്കൂർ കഴിഞ്ഞാൽ ഹീൽ പ്രിക്ക്, നമ്മുടെ കാലിന് മുതുകിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് എടുത്ത് അതൊരു ഫിൽറ്റർ പേപ്പറിൽ ഒഴിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലാബിലേക്ക് അയക്കും. അതിൽ നിന്ന് TSH ലെവൽ മനസ്സിലാക്കും. TSH ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടിക്ക് തൈറോയ്ഡ് ബാധ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് കൺഫർമേറ്ററി ടെസ്റ്റ്, നമ്മൾ TSH കൂടിയാൽ കുട്ടിയെ തിരിച്ചു വിളിക്കുന്നു. രണ്ടാമത് T4 TSH രണ്ടും ടെസ്റ്റ് ചെയ്യും. അതിൽ TSH കൂടുകയും T4 കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ജന്മനാ ഉള്ള ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് തീരുമാനമായി ഉടൻ തന്നെ കുട്ടിക്ക് ഗുളിക കൊടുത്തു തുടങ്ങും. പ്രസവിച്ച് 14 ദിവസത്തിനകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ 1 മാസം കൊടുത്താൽ തന്നെ കുട്ടിക്ക് നല്ല ഒരു ബുദ്ധിശക്തി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് സാധാരണ നമ്മുടെ കേരളത്തിലൊട്ടാകെ ന്യൂബോൺ സ്ക്രീനിങ് വഴി ടെസ്റ്റ് ചെയ്യുന്നത്, തൈറോയ്ഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. TSH ആണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. എല്ലാ കുട്ടികൾക്കും, പ്രസവിച്ച എല്ലാ കുട്ടികൾക്കും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ, തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ എന്താണ്?
തൈറോയ്ഡ് അസുഖം, തൈറോയിഡിന്റെ അഭാവം ആണെങ്കിൽ തൈറോക്സിൻ എന്നുള്ള ഹോർമോണിന്റെ കുറവാണ് തൈറോയിഡിന്റെ അഭാവം കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ആ ഹോർമോൺ കൊടുക്കുകയാണ് തൈറോയ്ഡ് രോഗത്തിന് ചികിത്സ. വളരെ ചിലവ് കുറഞ്ഞൊരു ഒരു ഗുളികയാണ്. ആ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പിന്നെ റെഗുലറായി കുട്ടിയുടെ തൈറോയ്ഡ് ഫംഗ്ഷൻസ് നമ്മൾ എല്ലാ മാസത്തിലും 2 മാസത്തിലും ഒരിക്കലൊക്കെ തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കിയിട്ട് അത് നോർമൽ ആവുന്നതുവരെ ടാബ്ലറ്റിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വെറും വയറ്റിലായിരിക്കണം ആ ടാബ്ലറ്റ് കഴിക്കുക. സാധാരണ നമ്മൾ പറയുക രാവിലെ തന്നെ കഴിക്കുക, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെറും വയറ്റിൽ തന്നെ കഴിക്കണം. ഭക്ഷണത്തിനൊപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അബ്സോർപ്ഷൻ കുറയും. അതുകൊണ്ട് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം. ശരി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് കരുണാകരനാണ്. കരുണാകരൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ. ഹലോ. എനിക്ക് ചോദിക്കാനുള്ളത് മറ്റേ എന്റെ ഒരു പേരക്കുട്ടിയുടെ കാര്യം ആണ്. ഇപ്പം മറ്റേ ഈ പിന്നെ പഠിക്കേണ്ട കാര്യത്തിൽ ലേശം പിന്നാക്കുണ്ട്. കളികളിലൊക്കെ വളരെ ഉഷാറാണ്. മറ്റേ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സ്കൂളിലും ചേർത്തിട്ടുണ്ട്. ഒരു 5 വയസ്സ് ആയി. 5 വയസ്സാണോ? 5 വയസ്സായി. അതെ അതെ. ആ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ടോ? കുറച്ച് കമ്മി. പക്ഷെ ബുദ്ധിമാന്ദ്യമൊന്നുമില്ല. അതൊന്നും അത്ര പ്രകടമല്ല. പക്ഷെ ഗ്ലാൻഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ടെസ്റ്റ് ചെയ്തിരുന്നു? തൈറോയ്ഡ് ഫംഗ്ഷൻ ചെയ്തിരുന്നു. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ ഗ്ലാൻഡ് ഇല്ല എന്നാ പറയണേ. അതിന് ഗുളിക കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഗുളിക കഴിക്കുന്നത് ഗ്രന്ഥിയുടെ കുറവാണെന്നാ പറഞ്ഞത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കുറവ് എന്ന് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരുന്നു അല്ലേ? അതെ അതെ. അത് വളരെ ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന വളരെ അപൂർവ രോഗമല്ല ശരിക്ക്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ചെറിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് 1000 കുട്ടിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടെന്നാണ് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 1000 കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് തൈറോയിഡിന്റെ അഭാവമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ബുദ്ധിമാന്ദ്യത്തിനും നടക്കുന്നതിനൊക്കെ കുറച്ച് ലേറ്റ് ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ വളരെ നേരത്തെ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാതെ പോകുന്നതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ന്യൂബോൺ സ്ക്രീനിങ് നമ്മുടെ ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഒരു ന്യൂബോൺ സ്ക്രീനിങ് നടക്കുന്നുള്ളൂ. വളരെ അതൊരു നോർമലായിട്ട് എല്ലാവർക്കും ന്യൂബോൺ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഇല്ല. കേരളത്തിൽ മാത്രം 2013 മുതൽ ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 200 കുട്ടികളെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയ്ക്ക് പിന്നെ ജന്മനായുള്ള ഹൈപ്പോതൈറോയിഡിസം പ്രസവിച്ച ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം കാണലില്ല. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് മിക്കവാറും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവിതകാലം ചികിത്സ ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, തൈറോയ്ഡ് മുഴകൾക്ക് ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികൾക്കാണ് തൈറോയിഡിന്റെ അഭാവം. അതിൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുക, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ അവിടെ ഉണ്ടാവില്ല. അതിൽ ഒരു ഗുളിക മാത്രം മതിയാവും. തൈറോക്സിൻ എന്ന ഗുളിക മാത്രം മതിയാവും. പിന്നെ മുതിർന്ന കുട്ടികൾ കാണുന്ന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിനും അതിന് തൈറോയ്ഡ് ശസ്ത്രക്രിയ സാധാരണ ചെയ്യാറില്ല. ശസ്ത്രക്രിയ വരുന്നത് ചില തൈറോയ്ഡ് നോഡ്യൂൾസും ചില മുഴകൾ ഉണ്ടാവും. അതിന് ഒരു മാലിഗ്നൻസി അഥവാ ക്യാൻസറിന്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത്തരം മുഴകൾ മാത്രമേ സാധാരണ സർജറി വഴി നീക്കം ചെയ്യപ്പെടാറുള്ളൂ. സാധാരണ കാണുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവത്തിനൊന്നും ഒരു സർജറിയും ആവശ്യമില്ല. നമ്മളൊരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്ന തൈറോയ്ഡ് മുഴയ്ക്ക് മാത്രമേ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ബിന്ദുവാണ്. ബിന്ദു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ. എന്റെ മോളുടെ കാര്യത്തിൽ വിളിച്ചത്. ഹലോ കേൾക്കുന്നുണ്ട്. മോളുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചത്. അവര് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ട്രിമസ്റ്ററിൽ നോക്കുമ്പോ അവരുടെ TSH ലെവൽ 0.11 ആയിരുന്നു. പ്രസവിച്ച ഉടനെയാണോ?
അല്ല, മോള് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്ത ആളാണ്. ഓക്കെ 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 ഓക്കെ. ആ, അപ്പൊ അവളിപ്പോ പ്രഗ്നന്റ് ആണ്. ആ. അല്ല, പ്രസവിച്ചിട്ടില്ല, പ്രഗ്നന്റ് ആണ് ആള്. അതെ അതെ അതെ. TSH 0.5 ആണ്. TSH ഗുളിക ഫസ്റ്റ് കഴിക്കുന്നുണ്ടോ? 4th വീക്ക് ജസ്റ്റേഷനിൽ നോക്കുമ്പോ 0.11 ആയിരുന്നു. TSH കുറവാണ്. നിങ്ങൾ ഗുളിക കഴിക്കുന്നുണ്ടാവോ കുട്ടി? ഗുളിക കഴിക്കേണ്ട 150 ആണ് കഴിച്ചിരുന്നേ. 150. ഓക്കെ. ആ, അത് അത് നമ്മുടെ കഴിഞ്ഞപ്പോ ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ആ. ഹോർമോൺ കുട്ടിക്ക് അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അതുകൊണ്ടാണ് TSH 12th വീക്ക് ആവുമ്പോ ടെസ്റ്റ് ചെയ്തു. ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഹോർമോൺ കിട്ടുന്നില്ലെങ്കിൽ TSH കൂടി വരും. ഞാൻ പറയട്ടെ ഡോക്ടറെ, 12th വീക്കില് രണ്ടാമത് ടെസ്റ്റ് ചെയ്തു. ആ. അന്നേരം അത് 6.66 ആയി TSH. അപ്പൊ അതെ അതെ. 6.66 ആയപ്പോ അത് കുറച്ച് കൂടിയല്ലോ. അതല്ല, അതിന്റെ കാരണം എന്തായാലും ഒരു ഗർഭാവസ്ഥയിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അത് ചില ഹോർമോണിന്റെ വ്യതിയാനങ്ങളൊക്കെ നമ്മുടെ ഗർഭാവസ്ഥയിൽ സംഭവിക്കുമല്ലോ. അതുകൊണ്ടാണ് ആ ചേഞ്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് TSH കൂടി വരികയാണെങ്കിൽ, T4 കുറഞ്ഞു വരികയാണെങ്കിൽ ചെയ്യുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. അപ്പൊ കൂട്ടിയപ്പോ അത് 4.94 ആയി. അപ്പൊ ഡോക്ടർ 25 കൂടെ കൂട്ടാൻ പറഞ്ഞു. അപ്പൊ പിന്നെ 200 കഴിച്ചു അപ്പോൾ തുടങ്ങിയപ്പോ നോർമൽ ആയല്ലോ. നോർമലായി. അപ്പൊ ഇനി അത് അന്ന് കുറച്ചു നാൾ മാത്രം ഇതിങ്ങനെ കൂടി നിന്നപ്പോ അത് കുട്ടീനെ ബാധിച്ചിട്ട് അതങ്ങനെ വരും. അത് നമ്മുടെ അത് ഗർഭാവസ്ഥയിൽ ചില വ്യതിയാനങ്ങൾ എപ്പോഴും സംഭവിച്ചിരും. അത് ഹോർമോണിന്റെ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി നോക്കേണ്ടി വരും. അല്ല, തൈറോയ്ഡ് ഹോർമോണിന്റെ ടെസ്റ്റ് അന്ന് ചെയ്യേണ്ടി വരും. കൂടിയത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല, അതിനെ കൊണ്ട് കുട്ടിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മയ്ക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം കുറെ കാലത്തേക്ക് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ച് ഇതാവും. ഇത് ഒരു കുഴപ്പം ഉണ്ടാവില്ല കുട്ടിക്ക്. പിന്നെ ഡോക്ടറെ, എന്റെ ഇളയ മകൾക്ക് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്. ഇപ്പോ ലെവൽസ് ഒക്കെ നോർമൽ ആണ്. നമുക്കത് എന്തെങ്കിലും അതിന് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഒന്നും മരുന്നൊന്നും കഴിക്കുന്നില്ല. അതിന് തൈറോയ്ഡ് കുട്ടി ഗർഭിണിയാണ് അമ്മ? അല്ല, അവള് ഗർഭിണിയൊന്നുമല്ല. അവൾക്ക് ഹാഷിമോട്ടോ ഗർഭിണിയൊന്നുമല്ല. തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോക്കിയാൽ മതി. ഇത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആണെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മൾ തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ നോക്കേണ്ടി വരും. അത് കൂടുതലാണോ കുറയാണോ നോക്കിയിട്ട്. ചിലപ്പം TSH കൂടുതലും T4 കുറവാണെങ്കിൽ ചിലപ്പം മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മരുന്നുകളൊന്നും കഴിക്കേണ്ടി വരില്ല. ശരി, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, പ്രശ്നമുള്ള കുട്ടികൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമാണ് കുട്ടിയുടെ രോഗത്തിന് കാരണം, അല്ലെങ്കിൽ എക്ടോപിക് തൈറോയ്ഡ് അങ്ങനെയുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമാണെങ്കിൽ കുട്ടികൾ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ചില കണ്ടീഷൻ ട്രാൻസിയന്റ് വരും. അമ്മയ്ക്ക് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടായി കുട്ടി താൽക്കാലികമായ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗുളിക നിർത്താം. അല്ലാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവമാണെങ്കിൽ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും. ഡോക്ടർ, ഈ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ ഒരു പരിധിവരെ തൈറോയ്ഡ് രോഗങ്ങൾക്ക് കാരണമാകുന്നില്ലേ? ഇല്ല, കൺജനിറ്റൽ ജന്മനാ ഉണ്ടാകുന്ന തൈറോയ്ഡിന്റെ അഭാവം ഒരു ഭക്ഷണ ക്രമീകരണമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മ കഴിക്കുന്ന ഭക്ഷണവും കുട്ടി കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജന്മനാ ഉള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നം. ഈവൻ ഓട്ടോഇമ്യൂൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒന്നും ഭക്ഷണവുമായിട്ട് ബന്ധമില്ല. പക്ഷെ അയഡിൻ കുറവാകുന്നതുകൊണ്ട് ചിലപ്പോൾ കേരളത്തിലല്ല ഹിമാലയൻ ഏരിയയിലൊക്കെ ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ അയഡിൻ കുറവ് പോലെ കൊണ്ട് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിനാണ് അയഡൈസ് സോൾട്ട് ഒക്കെ കൊടുക്കുന്നത്. കേരളത്തിൽ വളരെ കുറവാണ് അത്. ഈ തൈറോയ്ഡ് പ്രശ്നമുള്ള കുട്ടികൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? തൈറോയ്ഡ് പ്രശ്നമുള്ള പ്രത്യേകമായ ഒരു ഭക്ഷണ ക്രമീകരണം തൈറോയ്ഡ് ബാധിച്ച കുട്ടികൾക്ക് വേണ്ട. പലപ്പോഴും ജന്മനായുള്ള തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്ക് ക്യാബേജ് കഴിക്കരുത്, അത് കഴിക്കരുത് എന്നൊക്കെ പലരും അമ്മമാർ പറയുന്നത് കേൾക്കരുത്. കുട്ടികൾക്ക് ക്യാബേജ് കൊടുക്കാറുമില്ല. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ജന്മനായുള്ള തൈറോയ്ഡ് ഹോർമോൺ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. ചില മരുന്ന് കഴിക്കുമ്പോൾ തൈറോയ്ഡ് ഗുളിക കഴിക്കുക അതേ സമയത്ത് ആ മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അയേൺ അങ്ങനത്തെ മരുന്ന് കഴിക്കുമ്പോൾ തൈറോയ്ഡ് രണ്ട് സമയത്ത് കൊടുക്കാൻ പറയും. അല്ലാതെ ഭക്ഷണത്തിന് ഒരു ചേഞ്ചും ആവശ്യമില്ല. ഡോക്ടർ, ഈ തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? തൈറോയ്ഡ് നമ്മുടെ കുട്ടികളുടെ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരുടെ ചെയ്യുന്നത് ന്യൂബോൺ സ്ക്രീനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വരണം, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ന്യൂബോൺ സ്ക്രീനിങ് നടത്താറുള്ളൂ.
ഒരു കുട്ടിയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂബോൺ സ്ക്രീനിങ് നടത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം നമ്മുടെ സർക്കാർ ന്യൂബോൺ സ്ക്രീനിങ് നടത്താൻ തുടങ്ങിയതാണ്. ഏകദേശം 10 കൊല്ലമായിട്ട് ന്യൂബോൺ സ്ക്രീനിങ് നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഒരു മാതൃകയും കൂടിയാണ്. എല്ലാ ഡെലിവറി നടക്കുന്ന എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും ന്യൂബോൺ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ഇപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടി അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും 75% കുട്ടികളും തൈറോയ്ഡ് സ്ക്രീനിങ് നടത്തി വരുന്നുമുണ്ട്. ഇഷ്ടംപോലെ തൈറോയ്ഡിന്റെ അഭാവം കണ്ടുപിടിക്കുന്നു. അതായത് നമ്മുടെ സർക്കാർ തലത്തിൽ ജന്മനാ ഉള്ള തൈറോയ്ഡ് അഭാവം കണ്ടുപിടിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പ്രധാന കാൽവെപ്പ് അത് വളരെ കൃത്യമായി നടക്കുന്നു. ഡോക്ടർ, തൈറോയ്ഡുള്ള കുട്ടികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, മനസ്സിലായില്ല. ഡോക്ടർ, ഈ തൈറോയ്ഡ് ഉള്ള കുട്ടികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിങ് നടത്തിയിട്ടില്ലെങ്കിലും കുട്ടിയുടെ ഡെവലപ്മെന്റ് കുറച്ച് ഡിലേ ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ ഇരിക്കുക, നടക്കുക, സംസാരിക്കുക, അതിലൊക്കെ ചെറിയ ചേഞ്ചുകൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം മാത്രം തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവമായിരിക്കും. അഥവാ കുട്ടികൾക്ക് മലം തീരെ പോകുന്നില്ല, വയറ് വീർത്തിരിക്കുക, അമ്പലിക്കൽ ഹെർണിയ ഉണ്ടാവുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു കാരണം തൈറോയ്ഡിന്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ തൈറോയ്ഡ് സ്ക്രീനിങ് നടത്തുന്നത് നല്ലതായിരിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. കുട്ടികളിൽ തൈറോയ്ഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ എം വിജയകുമാറാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.